ഹായ് എവ്രി വൺ, ബിസിനസ് ബസ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്കും ഏൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പല വഴികളുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാനായിട്ട്. അപ്പോൾ പേജ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ പോരാ, ഒബ്വിയസ്ലി നിങ്ങൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. ആളുകളുമായിട്ട് തുടർച്ചയായിട്ട് ഒരു ഇന്ററാക്ഷനും എൻഗേജ്മെന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് തന്നെ പറയാണ്, അതായത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഏതൊരു ജോലി കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും നമ്മൾ അതിൻ്റെതായ എഫേർട്ട് ഇട്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ഹോബി പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോസ്റ്റ് ഉണ്ടാക്കി ഇട്ട് പിന്നെ അത് മൈൻഡാക്കാതെ വിട്ട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കൊണ്ട് എത്രത്തോളം സീരിയസ് ആണോ അതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് ഏത് ജോബ് പോലെയും നിങ്ങളൊരു സീരിയസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് വില്ലിങ് ആണ് ഈ ഒരു സോഷ്യൽ മീഡിയയിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നുണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവാം. അപ്പം നമുക്ക് കാണാം എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഏൺ ചെയ്യാനുള്ള മാർഗങ്ങൾ എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഏൺ ചെയ്യാനുള്ള ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം കണ്ടു നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷോർട്ടായിട്ട് എന്താണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആളുകളെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കും, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കും. കാരണം അവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് വിശ്വസിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനും അവരെ വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ടാകും. അപ്പം നിങ്ങളും അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആവാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾക്ക് വിശ്വാസമുള്ള പ്രൊഡക്ട്സ് മാത്രം ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടന്റ് ഇടുന്ന സമയത്ത് നിങ്ങൾ കണ്ടന്റിലൂടെ ഷെയർ ചെയ്യുന്ന സംഗതികൾ എന്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആളുകൾക്ക് തീർച്ചയായിട്ടും 100% ഉപകാരപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവഞ്ച്വലി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ക്രെഡിബിലിറ്റി ആളുകൾ തരും. അപ്പോൾ ആ ഒരു ക്രെഡിബിലിറ്റിയുടെ മുകളിലാണ് പിന്നീട് നിങ്ങൾ ഈ ഒരു മാർക്കറ്റിംഗ്, അതായത് ബിസിനസ്സുകൾ, ബ്രാൻഡുകളൊക്കെ നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് നിങ്ങൾ അത് അവരുടെ പ്രൊഡക്ട്സും സർവീസസും ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അവർക്കത് ഉപകാരപ്പെടുമോ, അത് എത്രത്തോളം ട്രസ്റ്റ് വർത്തി ആണ്, റിലയബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ മെച്ചം ഈ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രാൻഡുകൾ നിങ്ങളെ അവരുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ക്യാഷ് പേ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് ക്യാഷ് ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു പക്ഷേ റിവാർഡ് ലഭിക്കുന്നത്. ഇപ്പം മോസ്റ്റ്ലി ക്യാഷ് ആയിട്ടുള്ള റിവാർഡ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചില ബ്രാൻഡ്സ് അവരുടെ പ്രൊഡക്ട്സിന് ബാർട്ടറായിട്ട്, അതായത് പ്രൊഡക്ട്സിന് എക്സ്ചേഞ്ച് ആയിട്ട് നിങ്ങളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യോ എന്നുള്ളത് ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്ട്സ് അത്രയും വൃത്തിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ആ പ്രൊഡക്ട്സിൻ്റെ പ്രൊമോഷൻ നിങ്ങളുടെ ഓഡിയൻസിനിടയ്ക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോണ്ട് ഏൺ ചെയ്യും ഈ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് മുഖാന്തരം എന്നുള്ളത് നിങ്ങളുടെ റീച്ചും അതുപോലെ എൻഗേജ്മെൻറ്റും നിങ്ങളുടെ കാറ്റഗറീനെ, നിങ്ങൾ ഏതൊരു നിഷിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു നിഷിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു പേയ്മെൻറ്റ് പൊട്ടൻഷ്യൽ വരുന്നത്. ഇനി രണ്ടാമത്തെ മാർഗ്ഗമാണ് സ്പോൺസേർഡ് പോസ്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസിൽ, മേ ബി ഇൻസ്റ്റഗ്രാമിലാണെന്ന് സപ്പോസ് നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്പോൺസേർഡ് പോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പോലെ തന്നെയാണ് നിങ്ങൾ ബ്രാൻഡ്സിനായിട്ട് കൊളാബറേറ്റ് ചെയ്യാണ് ഒരു സ്പോൺസേർഡ് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സ്പോൺസേർഡ് പോസ്റ്റിൽ തന്നെ ഇത് പോസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോറി ഇടുന്നതിന് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ട്സോ സർവീസസിനൊക്കെ ഒരു റിവ്യൂ നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് സ്പോൺസേർഡ് പോസ്റ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും.
ഇനി മൂന്നാമത്തെ കാര്യമാണ് എഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടും സെപ്പറേറ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. ഞാൻ എന്താണെന്നുള്ളത് ഒന്ന് പറയാം. അതായത് പ്രൊഡക്ട്സും സർവീസസും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾക്കൊരു ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. ആമസോണിലൂടെയാണ് നിങ്ങളത് പർച്ചേസ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ്, പക്ഷെ അത് ആമസോണിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ ഒരു എഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം ആമസോണിൻ്റെ ഒരു എഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വരുന്നതെന്ന് വെച്ചാൽ ആ ലിങ്ക് മുഖാന്തരം ആ ഒരു പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന യൂസേഴ്സ് ഉണ്ടല്ലോ, അവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അവർ ആ ഒരു പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പർച്ചേസിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റ് നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എഫിലിയേറ്റ് മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസ് മുഖാന്തരം പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ ഇത് കൺവേർട്ട് ആവാനുള്ള ചാൻസസ് ഉള്ളത്. മേ ബി നിങ്ങളൊരു ബ്യൂട്ടി വ്ളോഗർ ആണെന്നുണ്ടെങ്കിൽ, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളെ അത്തരത്തിലുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നതിനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതും അവർ നിങ്ങളെ കൂടുതൽ റിലൈ ചെയ്യുന്നത് അത്തരത്തിലുള്ള കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. അപ്പം അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് റെക്കമെൻഡ് ചെയ്യുന്നതാണ് കൂടുതൽ കൺവേർട്ട് ആവാനായിട്ട് എപ്പോഴും നല്ലത്. ഇനി നാലാമത്തെ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങളുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസസ് തന്നെ സെല്ല് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സർവീസസ് തന്നെ നിങ്ങൾക്ക് ആളുകൾക്ക് ഓഫർ ചെയ്യാം. അപ്പോൾ ഇത് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സോ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൊഡക്ട്സോ കൺസൾട്ടിങ് സർവീസസോ ഓൺലൈനായിട്ട് കോഴ്സസ് കൊടുക്കുകയോ ഇ ബുക്സ് ചെയ്യുകയോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. നിങ്ങൾക്ക് അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആളുകൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർ നിങ്ങളുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് എടുക്കും. അപ്പം നിങ്ങൾക്ക് അത് മുഖാന്തരം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അഞ്ചാമത്തെ കാര്യമാണ് നിങ്ങളുടെ കണ്ടന്റ് മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. അതായത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് ക്രിയേറ്റേഴ്സിന്. അതായത് പേജ് ഓൺ ചെയ്യുന്ന ആളുകൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ പാർട്ട്ണർ ആവാം. അപ്പോൾ അതുവഴി നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസിൽ ആഡ്സ് പോസ്റ്റ് ആയിട്ട് ആ ഒരു ആഡ്സ് കാണുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആഡ്സ് എത്രമാത്രം ആളുകൾ കാണുന്നു അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റവന്യൂ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫാൻ സബ്സ്ക്രിപ്ഷൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പാർട്ണർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടും നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ പല മോണിറ്റൈസേഷൻ ഓപ്ഷൻസും പ്ലാറ്റ്ഫോംസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു ഓപ്ഷനാണ് ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് സ്പോൺസേഡ് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം നിങ്ങളുടെ സർവീസസ് നിങ്ങൾക്ക് ബിസിനസ്സുകൾക്ക് ഓഫർ ചെയ്യാം. അതായത് അവർക്ക് വേണ്ടിയിട്ട് എൻഗേജിങ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സർവീസ് ഓഫർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി സർവീസസ്, വീഡിയോഗ്രാഫി സർവീസസ്, ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തിട്ടുള്ള സർവീസസ്, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആഡിൻ്റെ കോപ്പി റൈറ്റിംഗ് സർവീസസ് ഒക്കെ നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. അപ്പോൾ അവരുടെ ബ്രാൻഡിനും അവരുടെ ടാർഗറ്റ് ഓഡിയൻസിനും അനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏഴാമത്തെ ഓപ്ഷനാണ് കോച്ചിങ് അല്ലെങ്കിൽ കൺസൾട്ടിങ് സർവീസസ് ഓഫർ ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നല്ല എക്സ്പെർട്ടൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നന്നായി അറിയാം, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു കോച്ചിങ് ആയിട്ട് കൊടുത്തിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അതല്ല ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. അതിൻ്റെ കോച്ചിങ് അല്ലെങ്കിൽ കൺസൾട്ടിങ് സർവീസസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, കരിയർ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെയുള്ള കോച്ചിങ് അല്ലെങ്കിൽ കൺസൾട്ടിങ് സർവീസസ് നിങ്ങളുടെ ഫോളോവേഴ്സിന് ഓഫർ ചെയ്തിട്ട് അതിന് താല്പര്യമുള്ള ആളുകൾ അതിന് സൈനപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനും വേണ്ടി സാധിക്കും. ഇനി അടുത്തതാണ് പെയ്ഡ് വെബിനാർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതും ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള വെബിനാർസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്സ്, ഓൺലൈൻ കോഴ്സസ് ഒക്കെ ഏതെങ്കിലും നിങ്ങൾക്ക് നോളജ് ഉണ്ടെന്ന് തോന്നുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അതിന് വില്ലിങ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് സൈനപ്പ് ചെയ്യുന്നത് വഴി അത്യാവശ്യം എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഇവൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ പാർട്ടിസിപ്പൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തതാണ് ഡൊണേഷൻസ് അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് എന്നുള്ളത്. അതായത് പാട്രിയോൺ ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. PATREON അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ അടുത്തുനിന്ന്
ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് റിസീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആളുകൾക്ക് ഓഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പെർക്സ് ഒക്കെ കൊടുത്തിട്ട് അതിന് എക്സ്ചേഞ്ച് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ഡൊണേഷൻസ് നിങ്ങൾക്ക് പേപാൽ വഴിയോ ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതും ഇതിൻ്റെ ഇത്ര പെർസെന്റ് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ സ്ഥാപനത്തിന് ഡൊണേഷനായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് ക്യാഷ് റിസീവ് ചെയ്യുന്ന ക്രൗഡ് ഫണ്ടിങ് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിന് ഫൈനാൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കത് പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു ഓപ്ഷനാണ് ബ്രാൻഡ് കൊളാബറേഷൻ അല്ലെങ്കിൽ ബ്രാൻഡ് പാർട്ട്ണർഷിപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബ്രാൻഡ്സിനായിട്ട് ഒരു ജോയിൻറ്റ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഗിവ് അവേ കൊടുക്കാനായിട്ട് കൊളാബ് ചെയ്യുക, ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് കൊളാബ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കൊളാബറേഷൻസ് വഴി നിങ്ങൾക്ക് പുതിയ ഓഡിയൻസിനെ റീച്ച് ചെയ്യാനോ അതുപോലെ തന്നെ അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്പോൺസേഡ് കണ്ടന്റ് അല്ലെങ്കിൽ അഫിലിയേറ്റ് ലിങ്ക്സ് ഒക്കെ നിങ്ങൾ പ്ലാറ്റ്ഫോംസ് വഴി ഷെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ അഫിലിയേറ്റ് ലിങ്ക്സ് ഉണ്ട്, അത് മുഖാന്തരം ഞാനൊരു ചെറിയൊരു കമ്മീഷൻ ഏൺ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എനിക്ക് എന്നുള്ളത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസേഴ്സിനടയ്ക്കും അതൊരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സത്യസന്ധതയുടെ മുകളിൽ. അപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം സ്ട്രീം സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യ സമയവും എഫേർട്ടും കൺസിസ്റ്റൻസിയും ഒക്കെ എടുക്കുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ റെഗുലറായിട്ട് നല്ല വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആളുകൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓഡിയൻസിനായിട്ട് ഒത്തൻറ്റിക് ആയിട്ട് നിൽക്കാനായിട്ടും ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.